എന്നിട്ട് സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹതേ ലഭതേ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. സതയാ ശ്രദ്ധയാ യുക്തഃ തസ്യാരാധനമീഹതേ ലഭതേ ച തതഃ കാമാൻ മയൈവ വിഹിതാൻ ഹിതാൻ. ഇവിടെ രണ്ട് രീതിയിൽ അന്വയിക്കാം. അതുകൊണ്ട് വിഗ്രഹം പറയാം, പദച്ഛേദം പറയാം. വിഗ്രഹമല്ല, പദച്ഛേദം പറയാം. സഹ തയാ ശ്രദ്ധയാ യുക്തഃ തസ്യാഹ രാധനം ഈഹതേ. ഒരു പാഠം. മറ്റൊരു പാഠം തസ്യ ആരാധനം ഈഹതേ. ബാക്കി പ്രശ്നമില്ല. ലഭതേ ച തതഃ കാമാൻ മയാ ഏവ വിഹിതാൻ ഹി താൻ. സ തയാ ശ്രദ്ധയാ യുക്തഃ. ആ ശ്രദ്ധയോട് കൂടിയിട്ട് അവൻ ആ ശ്രദ്ധയോട് കൂടിയിട്ട്, ആര്? നേരത്തെ പറഞ്ഞ ഭക്തൻ. ആ ശ്രദ്ധയോട് കൂടി. ഏത് ശ്രദ്ധ? എന്നാൽ നൽകപ്പെട്ട ശ്രദ്ധ. എന്നാൽ നൽകപ്പെട്ട ശ്രദ്ധയോട് കൂടിയിട്ട് തസ്യാഹ ദേവതായാഹ രാധനം ഈഹത്തെ. ആ ദേവതയുടെ ആരാധനത്തെ ചെയ്യുന്നു. തസ്യാഹ എന്ന് സ്ത്രീലിംഗം പറയാൻ കാരണം ദേവതാ ശബ്ദം സ്ത്രീലിംഗമായതുകൊണ്ടാണ്. ദേവതാ ശബ്ദം സ്ത്രീലിംഗം ആയതുകൊണ്ടാണ് തസ്യാഹ എന്ന് സ്ത്രീലിംഗം പറഞ്ഞത്. അല്ലെങ്കിൽ അവിടെ ലിംഗഭേദം കൽപ്പിക്കാതെ തസ്യ ആരാധനം എന്ന് അർത്ഥം എടുക്കാം. അതിന് വിരോധമില്ല. ഛാന്തസ്വമായതുകൊണ്ട് അങ്ങനെ ആവാം, വിരോധമില്ല. അപ്പൊ എന്നാൽ നൽകപ്പെട്ട ശ്രദ്ധയോട് കൂടിയിട്ട് അവൻ ആ ദേവതയുടെ ആരാധനത്തെ ചെയ്യുന്നു. ഇവിടെ കൂട്ടിച്ചേർക്കണം. നമ്മൾ എന്താ കൂട്ടിച്ചേർക്കേണ്ടത്? തം തം നിയമം അഷ്ടായ. അതത് നിയമത്തെ പാലിച്ചിട്ട്. ഓരോ ദേവതയ്ക്കും ഉചിതമായ നിയമം വ്യത്യസ്തമാണ്. അതത് നിയമത്തെ പാലിച്ചിട്ട്. ഇവിടെ ഏറ്റവും വലിയ നേരമ്പോക്കല്ല. ഇവിടെ ഏറ്റവും വലിയ വസ്തുത, അവൻ ആ വ്യത്യസ്ത ദേവതകളെ ആരാധിക്കുന്നത് എന്നാൽ നൽകപ്പെട്ട ശ്രദ്ധയോട് കൂടിയിട്ടാണ്. പിന്നെ ഭഗവാനെ ഇതൊക്കെ അങ്ങനെയാണെന്ന് മനസ്സിലാക്കിയാൽ പറ്റും. തോന്നണ്ടേ? നിർബന്ധിക്കാൻ പറ്റുമോ? മനുഷ്യരല്ലേ, വ്യത്യസ്ത ഗുണങ്ങളോട് കൂടിയവരല്ലേ, വ്യത്യസ്ത കാഴ്ചപ്പാടുകളോട് കൂടിയവരല്ലേ. ഇപ്പൊ വീട്ടില് അച്ഛനും അമ്മയാണെങ്കിൽ രണ്ടുപേരും ജോലിക്ക് പോകുന്നുണ്ടാവും, രണ്ടുപേരും പണം സമ്പാദിക്കുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു ജീവിതക്രമം ആണ്. എന്നാൽ മുമ്പ് അങ്ങനെയല്ല. നമ്മുടെ വീട്ടില് പുറമേ നിന്നുള്ള പണമൊക്കെ സമ്പാദിക്കാൻ, പ്രവർത്തിക്കാൻ, പണിക്ക് പോകാനൊക്കെ അച്ഛനാണ്. വീടിന്റെ ആധിപത്യമൊക്കെ അമ്മയ്ക്കാണ്. വീടിന്റെ അധിപതി അമ്മയാണ്. പുറം പതി അച്ഛനും. അങ്ങനെയാണ്. ഈ അച്ഛൻ വീട്ടുചെലവിന് കൊടുക്കണ പൈസ, അതിൽ നിന്ന് അമ്മ മെച്ചം വെച്ചിട്ട് അമ്മയ്ക്കൊരു പൈസ ഉണ്ടാവും. ഈ മക്കൾ രണ്ടു തരക്കാരോടും ചോദിക്കും. ഇത് മിഠായിക്കും അതിനൊക്കെ ഉള്ള പൈസ അമ്മേനോടാണ് ചോദിക്കുക. അമ്മ അങ്ങനെയല്ലേ, ഇങ്ങനെയല്ലേ, അമ്മേനെ പോലെ തന്നെ അല്ല, അമ്മ ലോകത്തില്ലല്ലോ. അപ്പോഴത്തേക്ക് അമ്മ കയറും. അത് 2 മിഠായി ആയിക്കോട്ടെ, എടുത്തോളൂ പറഞ്ഞു. ഫീസ് അതിനൊക്കെ അച്ഛനോടാണ്. സത്യത്തിൽ രണ്ടും എന്താണ്? സോഴ്സ് ഒന്ന് തന്നെയാണ്. നമ്മൾ മനസ്സിലാക്കുന്നില്ല. അവർ ചിലപ്പോൾ രഹസ്യമായിട്ട് പറയുന്നുണ്ടാവും. നമ്മളറിയാതെ ചെക്കനെന്ന് മുട്ടായിക്ക് 2 പൈസ കൊടുത്തിട്ടുണ്ട് കേട്ടോ എന്ന് അമ്മ ചിലപ്പോൾ അച്ഛനോട് റിപ്പോർട്ട് ചെയ്യുന്നുണ്ടാവാം, ഇല്ലായിരിക്കാം. നമുക്ക് പറയാൻ വയ്യത്.
പക്ഷെ ഇങ്ങനെയായിരുന്നു പഴയ സംവിധാനം. ഇല്ല, അങ്ങനെയല്ല. അതെ, ഇതുപോലെ തന്നെയാണിത്. എല്ലാ ശ്രദ്ധയും കൊടുക്കുന്നത് ഞാൻ തന്നെയാണ്. കൃഷ്ണഭക്തന് കൃഷ്ണനിൽ ശ്രദ്ധ, ശിവഭക്തന് ശിവനിൽ ശ്രദ്ധ, വിഷ്ണു ഭക്തന് വിഷ്ണുവിൽ ശ്രദ്ധ, ദേവി ഭക്തന് ദേവിയിൽ ശ്രദ്ധ, സുബ്രഹ്മണ്യ ഭക്തന് സുബ്രഹ്മണ്യന് ശ്രദ്ധ. അതൊക്കെ ഞാൻ കൊടുക്കണത് ഞാൻ തന്നെ. അതൊക്കെ തരുന്നത് ഒരാളാണെന്ന് മനസ്സിലാക്കിയിട്ട് എന്തുകൊണ്ടാണ് ഭഗവാനെ അങ്ങയിലേക്ക് നോക്കാത്തത്? സാരമില്ല തന്നെ. ഈ ദേവതാഭക്തി തന്നെ ചെയ്താൽ മതിയല്ലോ. ആ ദേവത തന്നെ പരമാത്മാവ് എന്ന് വിചാരിച്ചാൽ മതി. അത് ഇനി പറയാൻ പോകുന്നുണ്ട്. അവിധിപൂർവകം എന്ന് പിന്നെ പറയാൻ പോകുന്നു. അതവിടെ നിൽക്കട്ടെ. എത്തുമോ എന്നൊക്കെ ചോദിച്ചാൽ നമുക്കിപ്പം പറയാൻ പറ്റുമോ? ഒരാളിപ്പോൾ ചോദിക്കുകയാണ്, അല്ല അമ്മ എനിക്ക് ദിവസവും മിഠായി തരും, പൈസ തരുന്നുണ്ടല്ലോ, അമ്മ എവിടുന്ന? അമ്മയ്ക്ക് പൈസ എവിടുന്ന? അല്ലാതെ അച്ഛൻ തരാണ്. അത് ശരി. ഇത് അമ്മ ആദ്യം പറഞ്ഞില്ലല്ലേ, ഞാൻ അമ്മയോട് മേടിക്കില്ല, നേരിട്ട് അച്ഛനോട് മേടിച്ചോളാന്ന് പറയില്ലേ? ഇല്ല. ആ, ഒരാൾ പറയണത് അച്ഛൻ്റെ അടുത്ത് അടി കിട്ടും, അമ്മേൻ്റെ അടുത്ത് കിട്ടൂല എന്നാണ്. നമ്മളൊക്കെ അനുഭവം നേരെ തിരിച്ചാ. ഈ ശരീരത്തിൽ അച്ഛൻ തൊട്ടിട്ടില്ല വെച്ചാൽ അടിച്ചിട്ടില്ല എന്നർത്ഥം. ഒറ്റ അടിയും കിട്ടിയില്ല. അമ്മയോട് ദിവസവും കിട്ടും. ദിവസവും എന്ന് പറഞ്ഞാൽ ദിവസവും. ഒരു ദിവസം പോലും അമ്മയോട് തല്ല് കൊള്ളാത്ത ദിവസം ഇല്ല. അച്ഛനോട് തല്ല് കൊണ്ട ദിവസവും ഇല്ല, ജീവിതത്തിലില്ല. അപ്പൊ എല്ലാവർക്കും ഒന്നും നിയമം ഒന്നല്ല, അത് പല ജാതിയാണ്. അങ്ങനെ സംഭവിക്കാം. ആ ചോദ്യത്തിന് മറുപടി ഏകസ്യാത്മനോ അന്യേ ദേവാഹ പ്രത്യംഗാനി ഭവന്തി എന്ന് യാസ്ക മഹർഷി നിരുക്തത്തിൽ പറഞ്ഞിട്ടുണ്ട്. ഒരു പരമാത്മാവിൻ്റെ അംഗപ്രത്യംഗങ്ങൾ എന്നോണമാണ് എല്ലാ ദേവതകളും നിലകൊള്ളുന്നത്. അപ്പോ ലഭതേ ചതത കാമാൻ, അതിൽ നിന്ന് കാമങ്ങളെ ലഭിക്കുന്നു, അനന്തരം കാമങ്ങളെ ലഭിക്കുന്നു. രണ്ടർത്ഥം. തതഹ എന്നുള്ളതിന് ഒരർത്ഥം അതിൽ നിന്ന്. ഏതിൽ നിന്ന്? അത്തത് ദേവതോപാസനയിൽ നിന്ന് കാമങ്ങളെ ലഭിക്കുന്നു. വേറൊരർത്ഥം അനന്തരം ആ ഉപാസന കൊണ്ട് കാമങ്ങളെ ലഭിക്കുന്നു. അവിടെയാണ് ഭഗവാൻ കൂട്ടിച്ചേർക്കുന്നത് മയൈവ വിഹിതാൻ ഹിതാൻ, എന്നാൽ നൽകപ്പെട്ടതിന്. അവര് വിഷ്ണുവിൽ നിന്ന് നേടുന്നു എങ്കിലും, ശിവനിൽ നിന്ന് നേടുന്നു എങ്കിലും, ബ്രഹ്മാവിൽ നിന്ന് നേടുന്നു എങ്കിലും, ഭൈരവനിൽ നിന്നോ കുട്ടിച്ചാത്തനിൽ നിന്നോ ഗുളികനിൽ നിന്നോ സരസ്വതിയിൽ നിന്നോ ലക്ഷ്മിയിൽ നിന്നോ അള്ളാഹുവിൽ നിന്നോ യഹോവയിൽ നിന്നോ ആരിൽ നിന്നെങ്കിലും നേടുന്നുവെങ്കിൽ അത് എന്നിൽ നിന്ന് തന്നെയാണ് നേടുന്നത്. അത്രയുള്ളൂ. ഒക്കെ പാസ്സാക്കണത് ഇവിടുന്ന് തന്നെ. ചാനല് പല ചാനലിൽ കൂടെ പോവാണ്, അത്രയേ ഉള്ളൂ. മയൈവ വിഹിതാൻ ഹിത, പ്രത്യേകം ശ്രദ്ധിക്കുക. മയ ഏവ വിഹിതാൻ, എന്നാൽ നൽകപ്പെട്ടവയെ അവൻ നേടുന്നു. അപ്പൊ നേടുന്നവരെന്താ വിചാരിക്കുക? ഓ, ഗണപതിയുടെ അനുഗ്രഹം, മറ്റേ ആള് സുബ്രഹ്മണ്യന്റെ അനുഗ്രഹം, മറ്റേ ആള് കൃഷ്ണന്റെ അനുഗ്രഹം, അല്ലെങ്കിൽ വിഷ്ണുവിന്റെ അനുഗ്രഹം, മറ്റേ ആള് ശിവന്റെ അനുഗ്രഹം, മറ്റേ ആള് ദേവിയുടെ അനുഗ്രഹം. ഇങ്ങനെ വിചാരിക്കും. നല്ലത് തന്നെ, വിരോധമില്ല. അതൊക്കെ ഈ വന്ന ട്രാക്ക് മാത്രം. അത് സത്യത്തിൽ ഇതൊക്കെ വന്നത് ഒരേ ഇടത്ത് തന്നെയാണ്. അത്രേ. നമ്മൾ ഇന്ന് ആർക്കും വിരോധമൊന്നും തോന്നരുത്, ഒരു വസ്തുതയാണ്. 100 ഫാർമസ്യൂട്ടിക്കൽ കമ്പനിയുടെ പേരിൽ കിട്ടുന്ന ഗുളികകള് സോഴ്സൊക്കെ ഒന്ന് തന്നെയാ.
വലിയ ബ്രാൻഡ് ചെയ്യാതെ ഇറക്കണ കമ്പനിയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഭൂരിഭാഗം സ്ഥാപനങ്ങളും അവനവന്റെ ബ്രാൻഡ് നെയിമിൽ ഇടുന്നത്. അതുപോലെ തന്നെയാണ് ഈ ഈ കമ്പ്യൂട്ടറിൻ്റെ ഒക്കെ സെൻട്രൽ പ്രോസസ്സിങ് യൂണിറ്റ്. പല ബ്രാൻഡ് സാധനങ്ങളാണ് നമ്മൾ മേടിക്കണം. അത് നല്ലതാണ്, ഇത് നല്ലതാണ്, മറ്റേത് നല്ലതാന്ന് പറഞ്ഞ് മേടിക്കും. അപ്പോൾ ഒക്കെ വരുന്നത് ഒരു സോഴ്സ് തന്നെയാണ്. ബ്രാൻഡ് നെയിം ഇട്ടിട്ട് അവർ ബ്രാൻഡ് നെയിം ഇട്ടില്ല. അത്രേ ബ്രാൻഡ് നെയിം ഏതുപോലെ എന്ന് വെച്ചാൽ, ഇവിടുന്ന് ഒരാള് കുളത്തൂരിൽ നിന്നാണ് ഒരാള് കോയമ്പത്തൂർ മോട്ടോർ വാങ്ങാൻ പോയിട്ട്, അപ്പൊ അയാൾ ISI മാർക്ക് ഇല്ലല്ലോ അതിന്. ഞാൻ ഇപ്പൊ തരാം. അയാൾ അകത്തേക്ക് കൊണ്ടുപോയി തിരിച്ചു കൊണ്ട് ISI മാർക്ക് ആയിക്കൊണ്ട് ഇത്രയേ ഉള്ളൂ. അനുഗ്രഹിക്കാൻ കരാറുണ്ടോന്ന് വെച്ചാൽ ഉപാസന ഇതിലേ തരണേ 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 എന്ന് പ്രാർത്ഥന. ഞാൻ നിങ്ങളെ പിന്നാലെ നടക്കാന്ന് വിചാരിച്ചോളൂ. എന്താ അത്ര കാലമായി ഒന്ന് ഒരു ഇത്ര ഉറപ്പ് തരൂട്ടോ നിങ്ങൾക്ക് ഉപദ്രവം സ്വാമീൻ്റെ ശല്യം ഒഴിവാക്കട്ടെ എന്ന് വിചാരിച്ചാൽ നിങ്ങൾ തന്നാലും അങ്ങനെയാണ്. ഉപാസന കൊണ്ട് കിട്ടും, കിട്ടാതിരിക്കില്ല. ആ ഉപാസന ഉണ്ടല്ലോ, ആ ഉപാസന കർമ്മല്ലേ. ദേവതാ ഭാവത്തെ ഉപാസിച്ചാൽ ഫലം ഉണ്ടാവും, ഉറപ്പാണ്. നോക്കൂ, അത് ഒരു പ്രകരണത്തിൽ പറഞ്ഞതിനെ വേറെ പ്രകരണത്തിൽ എടുക്കല്ലോ. ഇപ്പൊ ഈ ദേവതകളുടെ ആഫീസുകൾ ഓരോന്നും ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്നതാണ്. ആ കാര്യങ്ങൾ ഡിസ്പേഴ്സ് ചെയ്യാണ് അവരുടെ പണി. ഒരാൾ പറയാണ്, എന്നെ ഈശ്വരൻ എനിക്ക് ഇന്ന് അനുഗ്രഹം തന്നു പറഞ്ഞ സംഗതി പെശക. ദേവത എന്നെ ഇന്നതിന് അനുഗ്രഹിച്ചു എന്ന് പറഞ്ഞാൽ എന്താ കുഴപ്പം? ദേവത നിഗ്രഹങ്ങളൊക്കെ ഉണ്ടല്ലോ ദേവതയ്ക്ക്. അതിനാണ് ദേവതോപാസനകൾ. ദേവതയെ വശീകരിച്ച് പല രൂപങ്ങളിൽ ഭാവങ്ങളിലൊക്കെ ആക്കി മാറ്റി വെക്കുന്ന പരിപാടികളൊക്കെ ഉണ്ട്. അതിന് അനുഗ്രഹങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുക നമുക്കൊക്കെ. ഈശ്വരൻ അലിപ്തനായിട്ട് ഭിന്നനാണ്. അപ്പൊ ദേവതയ്ക്ക് ഇയാൾ അനുഗ്രഹിക്കാൻ എന്താ കരാറെന്ന് വെച്ചാൽ, ദേവതാ ഉപാസനയിൽ അങ്ങനെ ചില കരാറൊക്കെ ഉണ്ട്. ദേവതോപാസന ഈശ്വരനല്ല, ദേവതകൾക്ക് അതുണ്ട്. അതിനാണ് അതത് ദേവത. ഇതിപ്പോൾ സംഗതി വലിയൊരു വിഷയം തന്നെയാണ്. നമ്മളിപ്പോൾ സങ്കീർണങ്ങളായ പല യന്ത്ര സംവിധാനങ്ങളുടെയും ഈ ഇലക്ട്രോണിക് മദർ ബോർഡ് നമ്മൾ എടുത്തു നോക്കിയാൽ എന്നെ സംബന്ധിച്ചൊക്കെ നോക്കിയാൽ ഒരുപോലെയാണ്. കുറേ കുറ്റിയും കുറച്ച് വയറും കുറച്ച് അതും ഇങ്ങോട്ട് പോകണത്. അത് അതിൻ്റെ സർക്യൂട്ട് പഠിച്ച ആൾക്കല്ലേ അറിയുള്ളൂ. എനിക്കറിയാം, എനിക്ക് നോക്കിയാൽ ഒക്കെ ഒരുപോലെയാണ്. പക്ഷെ അത് ശബ്ദം ഉണ്ടാക്കുന്നതാണ്, ഇത് വെളിച്ചം ഉണ്ടാക്കുന്നതാണ്, ഇത് മറ്റേതാക്കുന്നതാണ്. ഭിന്നങ്ങളായ പണികളാണ് അവർ ചെയ്യുന്നത്. സാധനങ്ങളൊക്കെ ഒന്ന് തന്നെയാണ്. കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും ആക്കി വെക്കുമ്പോഴത്തേക്ക് എന്തൊക്കെ മാറ്റങ്ങളാണ് കാണുന്നത്. എന്ത് ഭഗവാനെ, എന്താ അതിൻ്റെ അർത്ഥം? മറിമായം തന്നെ. ഓരോ ദേവതയും ഓരോ കാര്യസാധ്യം നേടും. ചെറിയ വ്യത്യാസം ഉണ്ടാവുള്ളൂ ഒരു ദേവതയും വേറെ ദേവതയും തമ്മിൽ. പക്ഷെ അവർ നൽകുന്ന കാര്യസാധ്യം വിഭിന്നമായിരിക്കും. അതുണ്ടാവും. ചില ദേവത വേഗം അനുഗ്രഹിക്കും, അതുപോലെ തന്നെ തിരിച്ചു പിടിച്ച് നഷ്ടപ്പെടുത്താനും വേഗം മതി. അതങ്ങനെ തന്നെയല്ലേ. ചിലരിപ്പോൾ ഒരൊറ്റ പ്രാവശ്യം ഒരാളോട് ചോദിച്ചാൽ അപ്പൊ 10 റുപ്യ കടം തരുമെന്ന് ചോദിച്ചാൽ അപ്പം തരും ചില ആൾക്കാർ. ചില ആൾക്കാരുടെ അടുത്തേക്ക് 10 പ്രാവശ്യം നടക്കേണ്ടി വരും. ഓരോരുത്തരും ഓരോ സ്വഭാവമല്ലേ. എല്ലാവരും ഒരുപോലെയാ. ഓരോ ദേവത ഓരോ പോലെയാണ്. എന്താ അവനവന്റെ കയ്യിലിരിപ്പ്. ചില ദേവത അത് നോക്കും, ചിലത് നോക്കില്ല. ചില ദേവതകൾ അത് നോക്കും, അതിനകത്ത് കൊടുത്താൽ നല്ലതാണോ വേണ്ടതെന്നൊക്കെ. പക്ഷെ കൊടുക്കാതിരിക്കാൻ അവർക്ക് പറ്റില്ല. അതല്ലേ, ദേവതകൾക്ക് അതിന്റെ കഷ്ടപ്പാടുണ്ട്. അവരെ കഷ്ടപ്പാട് നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇവിടെ ആ സർക്യൂട്ട് പൂർത്തിയാക്കാൻ വേണ്ടി സ്വിച്ച് അങ്ങോട്ട് ഓൺ ചെയ്താൽ ഇത് പ്രവർത്തിക്കല്ലാണ്ട് വഴിയില്ല.
ഇലക്ട്രിസിറ്റി വിചാരിക്കുക, തൽക്കാലം അവർ അനുഗ്രഹിക്കേണ്ട വിചാരിച്ചിട്ട് കാര്യമുണ്ടോ? അതതിൻ്റെ വ്യവസ്ഥയാണ്. ആ വ്യവസ്ഥയിൽ തയ്യാറാക്കപ്പെട്ട ദേവതയാണത്. ഇതൊരു വലിയ പ്രശ്നമുള്ള വിഷയമാണ്. ഇവിടെ പ്രശ്നം വരെ എപ്പോഴാന്ന് ചോദിച്ചാൽ ഈ ദേവതാഭേദവും ഈശ്വര തത്വമുള്ള വ്യത്യാസം മനസ്സിലാക്കുക എന്നുള്ളതാണ് പ്രധാനം. ദേവതാഭേദവും ദേവതാ സങ്കല്പഭേദവും ഈശ്വര തത്വവും തമ്മിലുള്ള ഭേദം ശരിക്കും മനസ്സിലാക്കുക എന്നുള്ളതാണ് ഇവിടെ മുഖ്യമായിട്ടുള്ള വിഷയം. ഈ ദേവതകൾക്കൊക്കെ സോഴ്സ് എന്താണ്? പ്രഭവം എന്താണ്? ഈശ്വരൻ തന്നെയാണ്. മതിയല്ലോ. ആ സോഴ്സിൽ നമുക്ക് അനുഗ്രഹം കിട്ടില്ലെന്നാ ചോദ്യം. ആ സോഴ്സിൽ പോയി കഴിഞ്ഞാൽ അനുഗ്രഹം ആവശ്യപ്പെടുക. അനുഗ്രഹം ആവശ്യപ്പെടാൻ വേണ്ടി ആ സോഴ്സിന്റെ സ്വഭാവം എന്താണെന്ന് പഠിക്കാൻ ശ്രമിച്ചാൽ തന്നെ പിന്നെ ഇനി അനുഗ്രഹം വേണോ? അവിടെ മാറിയില്ലേ? അവിടെ തലം മാറി. അവിടെ തലം മാറിപ്പോയി. അല്ലേ? അത് തന്നെ അവനാ ചെയ്യുന്ന കർമ്മത്തെ. അതാണ് തം തം നിയമമാസ്ഥായ. ദേവൻ ഫലം മാറ്റുന്നൊന്നും പറഞ്ഞിട്ടില്ല. തം തം നിയമമാസ്ഥായ. അതാത് നിയമത്തെ ആശ്രയിച്ചിട്ട് അതാത് ദേവതകളെ ഉപാസിക്കും. ആ കാമങ്ങളെ അവർക്ക് ലഭിക്കുന്നു. അത് അവരുടെ കർമ്മ അനുസരിച്ചല്ലേ. അതാണ് തം തം നിയമമാസ്ഥായ എന്ന് പറഞ്ഞത്. അതത് നിയമത്തെ ആശ്രയിച്ചിട്ടാണ്. ഇന്നലെ ഒരു രസം ഉണ്ടായി പറയാം. ഇന്നലെ ഒരാള് വളരെ എന്താ പറയേണ്ടത്, ആവേശത്തോട് കൂടിയിട്ട് എൻ്റെ അടുത്ത് മൊബൈൽ ഫോൺ ഉണ്ട്, അത് തുറന്നിട്ട് ആ ഓടി വന്നത്. അത് ഇവിടുന്നുള്ള ഏതോ ഒരു പ്രഭാഷണത്തിന്റെ അടിയിലുള്ള ഒരു കമന്റാണ്. ആ കമന്റിലാണ് 21ാം നൂറ്റാണ്ടിലും ഇല്ലാത്ത ആത്മാവിനെ കുറിച്ച് പറയുന്ന കഴുതാവ്. ആരെക്കൊണ്ട്? ചിദാനന്ദപുരി സ്വാമിയെ കൊണ്ട്. അപ്പൊ ഈ ചിദാനന്ദപുരി സ്വാമിയുടെ ഭക്തന് വലിയ സങ്കടമായി പോയി. ദേഷ്യം, രോഷം. എന്ത്? സ്വാമിനെ കഴുതാന്ന് വിളിച്ചില്ല. ഞാൻ ഒന്നിങ്ങനെ വിരലോണ്ട് ഞാൻ നീക്കി. അതിന്റെ അടിയിലുള്ളത് 10 ഇരട്ടി എന്താണ്? പ്രണാമം സ്വാമിജി, ഭഗവാൻ, മറ്റൊരു മറിച്ചത്. അപ്പൊ അതും നിങ്ങൾക്ക് ദോഷമായി തോന്നാത്തത്? അതിൻ്റെ അടിയിൽ ഭഗവാൻ എന്നുണ്ട്, അതിൻ്റെ അടിയിലും മഹാത്മാവേ നമസ്കാരം എന്നുണ്ട്, അങ്ങയുടെ അനുഗ്രഹം എന്നുണ്ട്, ഇതൊക്കെ ഉണ്ട്. ഈ ഒരു കഴുത കണ്ടപ്പോഴത്തേക്ക് ഇയാൾ എന്തിനാ അങ്ങനെ വെള്ളം പിടിക്കണേ? രണ്ടും നമുക്ക് ഒരുപോലെ എടുക്കണ്ടേ? ഇയാൾക്ക് ഭഗവാനായി തോന്നി, അയാൾക്ക് കഴുതയായി തോന്നി. രണ്ടും അവരവരുടെ ദൃഷ്ടിയല്ലേ. ഞാനിത് രണ്ടും അല്ലല്ലോ. ഞാൻ ഭഗവാനാ? ആണോ? അല്ല. ഞാൻ കഴുതയാ? അല്ല. രണ്ടും അല്ല. പിന്നെ ഞാനെന്തിനാ വ്യാകുലപ്പെട്ട? ഇന്നുണ്ടായ സംഭവം തം തം നിയമമാസ്ഥായ. അതത് നിയമത്തിനനുസരിച്ച് അവർ നോക്കണോ, അവർക്കത്. അയാൾ നോക്കിയപ്പോൾ തോന്നി ഇയാൾ കഴുതയാണ്. അയാൾ സത്യസന്ധമായത് കഴുത, മറ്റേയാൾ സത്യസന്ധമായത് ഭഗവാൻ. രണ്ടും ശരിയല്ലേ? അവർക്ക് രണ്ടും ശരിയാണോ? അത് രണ്ടും അല്ല. യഥാദൃഷ്ടി. അതിലൊറ്റ സങ്കടമേ ഉള്ളൂ. ഇല്ലാത്ത ആത്മാവെന്ന് പറഞ്ഞാൽ ഉള്ളത് എന്നർത്ഥം. ആത്മാന്ന് പറഞ്ഞ വാക്കിന്റെ അർത്ഥം എന്താ? ഉള്ളത്. അപ്പൊ ഇല്ലാത്ത ഉള്ളതിനെ സംബന്ധിച്ച് പറയുന്ന എന്താ? അതിന് മാത്രമേ സങ്കടമുള്ളൂ. അല്ലാതെ കഴുതാന്ന് പറഞ്ഞതിന് സങ്കടമില്ല. അർത്ഥം മനസ്സിലാക്കുക. തുറന്നു പറയുക, യാതൊരു മറവുമല്ല. കാരണം ആത്മശബ്ദത്തിന്റെ അർത്ഥം അറിയില്ല, അതുകൊണ്ടല്ലേ പ്രശ്നം.
അപ്പൊ ഓരോരുത്തരും അവരവരുടെ കാഴ്ചപ്പാടിനനുസരിച്ച് അതിൽ നിന്നുരുത്തിരിയുന്ന കർമ്മങ്ങളോടുകൂടി അതത് ദേവതാഭാവത്തെ ഉപാസിക്കുമ്പോൾ അതത് അനുഗ്രഹം കിട്ടും. അത് സഹജമാണ്. നമ്മളിവിടെ ഈ ഇരിക്കുന്ന ഹാളിൽ തന്നെ എത്രായിരം തരം വൈദ്യുത കാന്തിക തരംഗങ്ങൾ ഉണ്ടാവും. നമുക്കത് അറിയോ? ഇല്ല. ഇവിടെ അതിരഹസ്യതമമായ സാധാരണക്കാർക്ക് ഡീകോഡ് ചെയ്യാൻ പറ്റാത്ത പട്ടാളത്തിന്റെ സന്ദേശങ്ങളുണ്ടാവും, ഇതിലപ്പോൾ ഉണ്ടാവും. അത് ആ ഗാഡ്ജറ്റ് അവർ വെച്ചാൽ മാത്രമേ അവർക്ക് കിട്ടുള്ളൂ. സാധാരണ പോലീസിൽ കൊടുക്കുന്ന സന്ദേശങ്ങളുണ്ടാവും. ദൂരദർശൻ്റെ ഉണ്ട്, എത്ര ചാനലുകളാണ് ഇപ്പോൾ, അതൊക്കെ ഉണ്ട്. റേഡിയോ എത്രയോ ഉണ്ട്, FM ഉം AM ഉം ആയിട്ട്. അതുകൂടെ മൊബൈൽ എത്ര ഉണ്ട്, എത്ര പ്രൊവൈഡേഴ്സ് ഉണ്ട്, ഇവരൊക്കെ അതിലുണ്ട്. നമ്മളാരെങ്കിലും കാണുന്നുണ്ടോ? അപ്പൊ അതത് സിസ്റ്റത്തിൽ അതത് സെറ്റ് വെച്ച് അത് എടുത്താൽ അത് കിട്ടിയേക്കാം. അതിന് തന്നെ വ്യവസ്ഥ പലതും ഉണ്ടില്ലേ. ഞാനൊരു എയർടെലിൻ്റെ സിം എടുത്തുകൊണ്ട് എയർടെലിനോട് റേഞ്ച് ഉണ്ട് എന്നുള്ളതുകൊണ്ട് എനിക്ക് കിട്ടിക്കൊള്ളണമെന്നില്ല, അത് റീചാർജ് ചെയ്യണം. ഇങ്ങനെ പല പരിപാടിയുണ്ട്. തം നിയമമാസ്ഥായ ഇതൊക്കെ ചെയ്ത് അനുഗ്രഹിക്കല്ലാണ്ട് അവിടെ വഴിയുണ്ടോ? ഞാനൊരു ഫോൺ മേടിക്കുകയും ചെയ്തു, എയർടെലിൻ്റെ സിം ഇടുകയും ചെയ്തു, റീചാർജ് ഇടുകയും ചെയ്തു. ഞെക്കിക്കഴിഞ്ഞാൽ തരികല്ലാണ്ട് ഓനെന്ത് ചെയ്യും? ഇവനത് ദുരുദ്ദേശത്തിൽ പ്രവർത്തിക്കുന്നവനാണ്, ഇവൻ വിരുദ്ധതയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനാണ്. എന്നെ ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ, എന്നാൽ ഇൻഡിവിജ്വലി ബ്ലോക്ക് ചെയ്യാം. ഇതൊക്കെ സങ്കീർണമാണ് ഇതിന്റെ പ്രക്രിയ, എളുപ്പമൊന്നുമല്ല. ഇതുപോലെ തന്നെ ദേവതാനുഗ്രഹങ്ങൾ കോട്ടിക്കണക്കിനാണ്, കോട്ടിക്കണക്കിന്. അതതിന് യോഗ്യത പ്രാപ്തി തം നിയമമാസ്ഥായ നേടിയാൽ അതത് അനുഗ്രഹം കിട്ടും. പക്ഷെ ഇതെല്ലാം ആത്യന്തികമായ ഒരേ സത്യത്തിന്റെ ആവിഷ്കാരങ്ങൾ മാത്രമാണ്. ശരി, സന്തോഷം. അപ്പൊ എന്താ പിന്നെ വ്യത്യാസം? ഈ ഏകമായ സത്യത്തെ സാക്ഷാത്കരിക്കുന്നതും ഈ വിഭിന്ന ദേവതകളെ ഉപാസിക്കുന്നതും തമ്മിൽ എന്താണ് വ്യത്യാസം? അതാണ് ഭഗവാൻ വളരെ വിശദമായി പറയാൻ പോകുന്നത് 23-ാം ശ്ലോകത്തിൽ. അത് നമുക്ക് അടുത്ത പ്രാവശ്യം പഠിക്കാം. അതിനു മുമ്പ് ഇതിന്റെ ഭാഷ്യം മാത്രം ഒന്ന് വായിക്കാം. സഹ തയാ മദ്വിഹിതയാ ശ്രദ്ധയാ യുക്തഃ സൻ തസ്യാഹ ദേവതാ തന്വാഃ രാധനം ആരാധനം ഈഹതേ ചേഷ്ടതേ ലഭത്തെ ച തതഃ തസ്യാഹ ആരാധിതായാഹ ദേവതാ തന്വാഃ കാമാൻ ഈപ്സിതാൻ മയാ ഏവ പരമേശ്വരേണ സർവജ്ഞേന സർവകർമ്മഫല വിഭാഗജ്ഞതയാ വിഹിതാൻ നിർമ്മിതാൻ താൻ ഹി യസ്മാത്തെ ഭഗവതാ വിഹിതാഃ കാമാഃ തസ്മാത് താൻ അവശ്യം ലഭത്തെ ഇത്യർത്ഥഃ. ഹിതാൻ ഇതി പദച്ഛേദേ ഹിതത്വം കാമാനാം ഉപചരിതം കൽപ്യം നഹി കാമാഃ ഹിതാഃ കസ്യചിത്. അടുത്ത പ്രാവശ്യമാണ്. ഓ